നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ ദൈവത്തിനോട് കാണിക്കേണ്ട ദൈവത്തിനോട് കാണിക്കണം. അമ്പലത്തിൽ പോണ ആളുകൾ അമ്പലത്തിൽ പോയിരിക്കണം. പള്ളി പോകേണ്ട സമയത്ത് പള്ളിയിൽ പോകണം. ഇതൊന്നും ഇല്ലാതെ കുറെ മൈലേഫും വരുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു മേഖലയിൽ നടന്നിട്ടും കാര്യമില്ല. നമ്മൾ ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിനോട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കുറച്ച് വരുമാനം കയറുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂല, പള്ളിയിൽ പോകാൻ പറ്റൂല, വെറും മൈലൈഫും മീറ്റിംഗും ആയിട്ട് നടക്കുകയാണെന്നുള്ളതല്ല. അതൊക്കെ ചെയ്യണം. മൈലൈഫിൽ പോകണം, മീറ്റിങ്ങും ട്രെയിനിങ്ങും എല്ലാം അറ്റൻഡ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം. എനിക്കൊരു 100 അല്ല 150% ഗ്യാരണ്ടോട് പറയാൻ പറ്റും. ഇന്നെങ്ങാൻ ഞാൻ ഈ സെക്കൻഡിലെങ്ങാൻ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആ മയ്യത്തിന്റെ മുകളിലുള്ള സകല ബാധ്യത ഏറ്റെടുക്കാൻ എന്റെ വൈഫ് മാത്രം മതി. എന്റെ വൈഫിന് പറയാൻ പറ്റും അതിന് എന്ത് ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ തീർക്കും എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാ? അതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ മൈലൈഫ് ചെയ്തത്. മറ്റുള്ള മേഖലയിൽ നിന്നാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഞാൻ വിട പറഞ്ഞു പോയിക്കുകയാണെങ്കിൽ എന്റെ കടബാധ്യത, എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, എന്റെ കുടുംബം പട്ടിണി, എന്റെ മക്കൾ പട്ടിണി, എന്റെ വാപ്പ അമ്മ എല്ലാവരും പട്ടിണിയാണ്. അവരൊന്നും നോക്കാൻ ഒരു പക്ഷേ ഞാൻ ചെയ്ത മേഖല തയ്യൂല. എന്നാ MILF എന്ന് പറഞ്ഞ മേഖലയിൽ ഞാൻ വിട്ടുപോയിക്കുകയാണെങ്കിലും എന്റെ കുടുംബം പട്ടിണിയല്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ കാരണം ഒരാൾ പോലും കരയാതിരിക്കുക അതിന്റെ ഒരു അച്ചീവ്മെന്റാ. ഞാൻ കാരണം ഒരാൾ പോലും കരയാതിരിക്കുക. രണ്ടാമതൊരു കാരണം ഞാൻ കാരണം ഒരുപാട് ആളുകൾ സന്തോഷിക്കുക. ഈ 2 കാര്യം ചെയ്താൽ മതി. ഞാൻ ഉണ്ടാക്കിയ കാറോ, ഞാൻ ഉണ്ടാക്കാൻ പോണ വീടോ, ഞാൻ വാങ്ങി കൂട്ടുന്ന പറമ്പുകളുടെ ഒരു ലിസ്റ്റ് അല്ല എന്റെ വിജയത്തെ തീരുമാനിക്കുന്നതും എന്റെ എന്താ പറയാ സക്സസ് എന്ന് പറയുന്നതും. ഡെയിലി രാവിലെ മോർണിംഗ് മീറ്റിൽ കറക്റ്റ് സമയത്ത് കയറാൻ തയ്യാറാകുക. അപ്ലൈയും പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക. അപ്ലൈയും ചിലപ്പോൾ നമ്മളത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അപ്ലൈന് ചിലപ്പോൾ നമ്മളെ അത്ര കാണാൻ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കണ്ട. മൈലൈഫിൽ നമ്മളെ കാട്ടി ഒരു ദിവസം മുന്നെങ്കിലും പിറവിയെടുത്ത ഒരാളാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ പറഞ്ഞേ കേട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. പക്ഷെ അപ്ലൈനെ കാത്തു നിന്ന് നിങ്ങൾ സമയം കളയരുത്. എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അത് നിങ്ങൾ കാണുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. ഞാൻ കാണാതിരിക്കാനുള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യണം ആദ്യം. മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട്. അവിടെ നിന്നൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് കടഞ്ഞെടുത്തിട്ടാണ് ഇന്നൊരു RTC ഒക്കെ ഉണ്ടായത്. ഏകദേശം 4 വർഷമായിട്ട് ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുക. ഒരാഴ്ച പോലും വരുമാനം മുടങ്ങില്ല. അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ചോദ്യം. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബുധനാഴ്ച അക്കൗണ്ട് കയറുന്നുണ്ട്. ഇന്ന് വരെ കമ്പനി പറഞ്ഞില്ല കോവിഡാണ്, പ്രളയമാണ്, മഴയാണ്, അല്ലെങ്കിൽ ബാങ്കില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച കൂട്ടിത്തരാം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലയളവിൽ സർക്കാർ ശമ്പളം വെട്ടിക്കുറച്ചില്ലേ? സർക്കാർ കൊടുക്കാതെ നിന്നില്ലേ? പ്രൈവറ്റ് മേഖല കൊടുക്കാതെ നിന്നില്ലേ? എവിടേക്ക് എന്തൊക്കെ ചെയ്ത്? എന്റെ പേരൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷെഫീഖ് എന്നാണ്. സ്ഥലം കോഴിക്കോട് പാലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഏകദേശം 5 വർഷത്തിലേക്ക് അടുക്കുന്നു. ഇന്ന് കമ്പനിയുടെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ഈ ഒരു ബിസിനസ് വഴി കിട്ടി. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി എന്താ പറയാ ഇരിക്കുന്ന ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രൂപ്പ് വഴിയൊക്കെ. കഴിഞ്ഞ ഒരാഴ്ച ശനിയാഴ്ച ഉണ്ടെന്ന് ഏകദേശം ഒരു 18 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു മഹീന്ദ്രയുടെ താർ എന്ന് പറയുന്ന കാറ് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ച്. എന്തായാലും എന്താ പറയാ ദൈവത്തിന് അപാരമായ നന്ദി സ്തുതിയൊക്കെ പറയണം. കാരണം എല്ലാം ജീവിതം കെട്ടടങ്ങിയിട്ട് ഇനിയൊന്നും ഉണ്ടാവൂല. കാരണം സത്യത്തിൽ ഒരു ജീരകമുട്ടായുള്ള കാറ് പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അവിടുന്ന് വന്ന് എല്ലാ ആളുകളും ചോദിച്ചിട്ടുണ്ട് കുറെ. ഇപ്പൊ സത്യത്തിൽ നമ്മള് ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം നമ്മൾ പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതേപോലെ കുടുംബത്തിലൊക്കെ കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഓരോന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ മൈലേജ് എന്ന് പറഞ്ഞിട്ട് ഓടുക എന്നല്ലാതെ കുറെ മരുന്ന് കഴിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ കുറ്റങ്ങൾ പറഞ്ഞ് അന്നേരമൊക്കെ നമുക്ക് പറയാൻ വാക്കുകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഇല്ലായിട്ടല്ല. അന്നൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? എല്ലാം ഇങ്ങനെ അടക്കി വെച്ച് കാറങ്ങ് എടുത്തു കഴിഞ്ഞ സമയത്ത് സംസാരത്തിന്റെ രീതി മാറി എല്ലായിടത്തും. ഇപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ മോളെ കെട്ടിക്കാനായി. ആ സമയത്താണോ ഇത്രയും വലിയ കാർ എടുത്തത്? ഇനിയിപ്പോ കാർ എടുക്കേണ്ടിയോ? ഇനി അതിന്റെ അടവടയ്ക്കേണ്ടേ? പെണ്ണുങ്ങൾക്കും കുറ്റം, എനിക്കും കുറ്റം. അപ്പൊ മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലേലും കുറ്റം നിറയ്ക്കണം. അതേപോലെ നമ്മളെന്തായാലും കുറ്റം പറയണവര് കുറ്റം പറയുന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാലോ. കല്ലെടുത്ത് എറിയണവർ എന്തായാലും കല്ലെടുത്ത് എറിയും. അപ്പൊ അവർക്ക് എറിഞ്ഞാൽ എത്താത്ത ദൂരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഓടി കീറുക എന്നുള്ളതാണ്. അപ്പോ
എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ കടബാധ്യതയും തീർന്നുകൊണ്ട് ഒരു കാർ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നടക്കൂല. കുറെ ആളുകൾ എന്നോട് ചോദിച്ചു, സാറേ നിങ്ങള് അല്ലേ മൈലൈഫിലേക്ക് വന്ന സമയത്ത് 10-50 ലക്ഷം രൂപന്റെ മേലെ കടബാധ്യത ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 4-4.5 കൊല്ലം ആകുമ്പോഴത്തേക്ക് ആ കടമൊക്കെ തീർന്നിട്ട് ഇത്രയും വലിയൊരു കാർ എടുക്കാനൊക്കെ സാധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ കടവും തീർന്നിട്ട് എല്ലാ പരിപാടിയും തീർന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പോകാന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് പറഞ്ഞ പോലെ എല്ലാ കടങ്ങളും തീർന്നിട്ട് ഒരു കാർ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ എന്നെ കൊണ്ട് നടക്കൂല. എന്നാ ഏകദേശം കടത്തിന്റെ ഒരു 30-35% ഇപ്പൊ തീർന്ന സമയത്ത് ഒരു കാർ എടുത്തിട്ട് വലിയൊരു കടം വീണ്ടും ഉണ്ടാക്കി വെച്ച്. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കി വെച്ച കടത്തിന്റെ മുകളിലാണ് ഇനിയുള്ള ബാക്കിയുള്ള കടം തീർക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏകദേശം ഒരു 50 ലക്ഷം കടമുണ്ട്. ആ 50 ലക്ഷം കടത്തിന്റെ മുകളിൽ ഒരു 20-25 ലക്ഷം ഞാൻ കടം വീട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഒരു 10-30 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഈ 30 ലക്ഷം കടമുള്ളപ്പോൾ വീണ്ടും ഞാൻ എനിക്ക് ആ 50 മുകളിൽ വിടാൻ തോന്നുന്നില്ല. അപ്പൊ ഒരു 10-12 ലക്ഷത്തിന്റെ ഒരു കാർപാട് എടുത്തു. 50 എന്തോ ഒരു വലിയ എന്തോ ഒരു സംഭവമാണ് 50 എന്നുള്ളത്. അപ്പൊ അതിലെല്ലാം കൂടെ എടുത്തു വെച്ചപ്പോ ഇനിയുള്ള ബാക്കിയുള്ള 30 ലക്ഷം കടം വിടാൻ ഇപ്പൊ എടുത്ത ഈ ഒരു 18 ലക്ഷം രൂപയോളം വരുന്ന സംഗതി മതി എന്നുള്ള ഒരു മൊമെന്റ് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിയാൽ ആ ലോജിക്ക് മനസ്സിലാവും. സത്യത്തിൽ ഇതാ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്നും രാവിലെ ഇതേമാതിരി ഞാൻ എണീക്കും, ഞാൻ പുറത്തു പോയി കുത്തിരിക്കും, ചായ ഇങ്ങനെ കുടിക്കും, അങ്ങോട്ട് നോക്കും, പെണ്ണുകൾ എന്താ ഇവിടെ ഇരിക്കണേ, അത് നമ്മൾ തന്നെ ആണോ, ഇതൊന്നിന്റെ തൊട് എന്ന് പറയും. കാരണം അത്ര വലിയ മുതലെടുക്കാനുള്ള പ്രായം എനിക്കായില്ല. അപ്പോ ഈ ലെവലിലാണ് സത്യത്തിൽ ആർക്കോ ലോട്ടറി അടിച്ചെന്നൊക്കെ പറഞ്ഞ മാതിരി ഇത് മൈ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ നടക്കുമോ? അതാ പറയുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ഈ ഇത്രയും വലിയൊരു വണ്ടി എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവും. അത് ഇവിടുന്ന് ഉണ്ടായത് ഇവിടുന്നല്ലേ. അപ്പോ ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണമോ? പുതുതായിട്ട് കടന്നു വന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത്, ഐഡിയ അടിച്ചാൽ ഒരു കുന്തും കിട്ടൂല, പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പറയില്ലേ ആലോചിച്ചിരുന്ന ഒരു അന്തം ഉണ്ടാവില്ല, പ്രവർത്തിച്ചില്ല ഒരു കുന്തും ഉണ്ടാവില്ല. ഇവിടെ ഐഡിയ അടിച്ച് നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇറങ്ങി പ്രവർത്തിക്കണം, ശക്തമായിട്ട് പ്രവർത്തിക്കണം. ഞാൻ 6:05 പോയത് കയറാന് ഇന്നലെ വീട്ടില് വർക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കയറി വരുന്നത് 1:45 രാത്രി. 1:45 കയറി വന്ന് കടന്ന് ഇന്നിപ്പോ ഈ മീറ്റിംഗ് കയറി. ഇന്നിപ്പോ ഇതാ യൂണിവേഴ്സിറ്റി ചേളാരി ആ ഭാഗത്തൊക്കെ വർക്ക് ഏറ്റെടുച്ചിരുന്നു. പോകാൻ ഇഷ്ടംപോലെ വർക്ക് പോകാൻ മീറ്റിംഗ്. കാരണം ഇന്നലകളിൽ വരെ ഞാൻ ഓട്ടം എന്ന് പറഞ്ഞാൽ അപാര ഓട്ടമായിരിക്കും. ഇന്ന് മുതൽ ഓടുന്നത് അതിനും വലിയ ഓട്ടമാണ്. കാരണം വലിയ ബാധ്യത, അടവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ ശനിയാഴ്ച വണ്ടി എടുത്ത് എറണാകുളത്തുനിന്ന് ഇനി ഡെലിവറി വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് വണ്ടിയുടെ കിലോമീറ്റർ 1100 കിലോമീറ്റർ ആയി. ഫസ്റ്റ് സർവീസ് ചെക്കപ്പ് ബുക്ക് ചെയ്ത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പോഴെ ബുക്ക് ചെയ്യേണ്ട സാറേ, 1000 കിലോമീറ്റർ വരെ ഉണ്ടല്ലോ. അത് അവരിപ്പോ 1000 ചാടി പോയിക്കും, ഇപ്പൊ നന്നാക്കുന്നത് നന്നാണ്. അങ്ങനെയാണ് ഒരു പറഞ്ഞ നിങ്ങള് വണ്ടി ഓഫാക്കലില്ലേ. ഈ രീതിയിൽ 1100 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വണ്ടി. ഇത് വണ്ടി എന്തിനാ എടുത്തത്? സകല സ്ഥലത്ത് ഓടി ടീമിനെ ഡെവലപ്പ് ചെയ്ത് എന്റെ യാത്രാ സൗകര്യത്തിൽ എന്റെ ടീമിനെ കൂട്ടി പോകാനും വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്ത് ഓടാൻ വേണ്ടി തുടങ്ങുന്നത്. നമ്മള് ഇതിനെ ടീം ഉണ്ടാക്കണോ? നമ്മള് എന്താ പറയാ, ടീം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇതാക്കിയില്ല. അതുകൊണ്ട് ഷോ കാണിക്കാനല്ല മൈ ലൈഫിൽ ഒരാളും വണ്ടി എടുക്കുന്നത്. ഉമർസ്ഥാദ് ഷോ കാണിക്കാനല്ല ക്യാരൻസ് എടുത്തത്. അയ്യൂബ് സാർ ഗ്രാൻഡ് വിറ്റാർ എടുത്തത് ഷോ കാണിക്കാനല്ല. ചെറൂർ സാർ മറ്റേ ഒരു വണ്ടി എടുത്തത് ഷോ കാണിക്കാനല്ല. ആരും ഷോ കാണിക്കാനല്ല. വേറെ ഏത് മേഖലയിൽ നിന്ന് വണ്ടി എടുത്തോനാണെങ്കിൽ കുടുംബമായിട്ട് ഏതെങ്കിലും ഞായറാഴ്ച കല്യാണത്തിനോ വേറെ എന്തെങ്കിലും പോണെങ്കിൽ മാത്രം എടുക്കും. അല്ലെങ്കിൽ സ്ഥിരം പറയുന്ന വർത്താനം പറയും, എപ്പോഴും അങ്ങനെ എടുത്തുകൂടെ, അതിൽ അടിക്കാനുള്ള എണ്ണന്റെ പൈസ ഉണ്ടാവില്ല എന്നത്. എന്നാ മൈലിയക്കാർ അങ്ങനെയല്ല. എന്നും എടുത്തുകയാണെങ്കിൽ ഇനി എന്തെങ്കിലുമുള്ള പൈസ വരുള്ളൂ. എടുത്താണ് കുറെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതേമാതിരി ഓടി വർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവണം. ഡെയിലി എന്ന് പറഞ്ഞോളം എന്തൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം. ചില ആൾക്കാരോട് പോയി ചോദിക്കൂ, നമുക്ക് ഞായറാഴ്ച എന്താ പരിപാടി എന്ന് വെച്ചാല്, ഞായറാഴ്ച എനിക്കൊരു പരിപാടി ഇല്ല, തിങ്കളാഴ്ച ഫ്രീയാ. ഇവിടെ കുറെ എപ്പോഴും ഫ്രീയാ. എന്നാൽ നമ്മളോടൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ആദ്യം മൊബൈൽ നോക്കണം, ഇന്ന ദിവസം എന്താ പരിപാടി, ഇന്ന ദിവസം എന്താ പരിപാടി. കുത്തുമ്പോ തന്നെ മുളക്കില്ലാന്നുള്ളൂ. കുറച്ച് സമയം എടുക്കും, ഇത് വേറൊക്കെ പിടിച്ചു വരണ്ടേ. അപ്പൊ നമ്മള് ഈ ബിസിനസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വന്ന 6 മാസം കഴിഞ്ഞിട്ടാണ് ഉമർസ്ഥാദ് ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് ഉമർസ്ഥാദ് എവിടെ കിടക്കുന്നത്, ഷെഫീഖ് എവിടെ കിടക്കുന്നത്, ഓരോരുത്തരും നിങ്ങൾ അത് നോക്കുക. എല്ലാവരും ഒരേപോലെ ആയിക്കോളുന്നില്ല. അതിനൊക്കെ ഒരു സമയം വരും. ആ സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് നമ്മള് അതുപോലെ ആവുന്നില്ലല്ലോ ഇതുപോലെ ആവുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നൊക്കെയാണെങ്കിൽ ഒരു കാര്യമില്ല. ബിസിനസ്സാണ്, ബിസിനസ്സിന് ഒരു സമയമുണ്ട്. ആ സമയം വരെ ക്ഷമിച്ച് നിന്ന് ടീമിനെ ഡെവലപ്പ് ചെയ്യണം. ടീം ഇല്ലെങ്കിൽ ഞാൻ ആരുമില്ല, നമ്മൾ ആരുമില്ല.
എത്ര ഉയരം കൂടിക്കുകയാണെങ്കിലും താഴോട്ടൊന്ന് ഇടക്കിടക്ക് നോക്കിയില്ലെങ്കിൽ എത്ര ഉയരം കൂടിയ തെങ്ങാണെങ്കിലും അടി നേരെ പൊട്ടിട്ട് താഴോട്ട് പോകുന്ന പറഞ്ഞത്. ടീമിനെ കൂട്ടിപ്പിടിക്കണം. ഒരു സമയം പോലും ടീമിനോട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ രീതിയിൽ വർത്താനം പറയാൻ പറ്റില്ല. ഈ ബിസിനസ്സിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു കുടുംബം പോലെ കൊണ്ട് കിടക്കുക. എന്നോട് പല ആൾക്കാരും ചോദിച്ചു മൈലേവ് ചെയ്ത് ഇപ്പോഴൊന്നല്ല ചോദിച്ചത്, കഴിഞ്ഞ 2 കൊല്ലം 3 കൊല്ലം മുന്നേ ചോദിച്ചതാണ്. മൈലേവ് ചെയ്തിട്ട് എന്ത് നേടി, എന്റെ അച്ചീവ്മെന്റ് എന്താണ് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗിൽ നിന്നും ഞാനൊരു കാര്യം പറയാറുണ്ട്. മൈ ലൈഫ് ചെയ്തിട്ട് എന്റെ വിജയം, എന്റെ സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തിനാ ചെയ്തതെന്ന് വെച്ചാല് എന്റെ വിജയവും എന്റെ സന്തോഷവും എന്റെ അച്ചീവ്മെന്റും ഞാൻ കാരണം ഒരുപാട് ആളുകൾ സന്തോഷിക്കുകയും ഞാൻ കാരണം ഒരാൾ പോലും കരയാതിരിക്കുകയും ചെയ്യലാണ് എന്റെ അച്ചീവ്മെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലിയാണ്. ഇതിന്റെ ഫാമിലി കയറിയിട്ട് ആരെന്ത് പറഞ്ഞിട്ടാണെങ്കിലും അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് നേടാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് മോർണിംഗ് മീറ്റിൽ ഡെയിലി കയറുന്ന എത്രയോ ആളുകൾ, ഈ മീറ്റിംഗിൽ മൊത്തത്തിൽ ആളുകൾ നന്നായിട്ട് കയറുന്ന ഒരു മോർണിംഗ് മീറ്റാണ്. തുടക്കത്തിൽ ഈ മോർണിംഗ് മീറ്റിൽ കൂടെ വന്ന് ഇന്നും കയറി നിന്ന് എനിക്ക് തോന്നുന്നു ഈ മോർണിംഗ് മീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നുമല്ലാതെ ഇരുന്ന ആൾ ഇന്ന് ചിലപ്പോൾ STC RTCയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത്രയും ലെവലിൽ ഈ മോർണിംഗ് മീറ്റ് കൂടിയുള്ള അറിവുകളാണ് ഞങ്ങളിത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ മോർണിംഗ് മീറ്റിൽ വരുന്ന റിസൾട്ടുകളും വീഡിയോസും ഫോട്ടോസും അതൊക്കെ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് വേറെ ആരൊക്കെയോ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി രാവിലെ മോർണിംഗ് മീറ്റിൽ കറക്റ്റ് സമയത്ത് കയറാൻ തയ്യാറാകുക. അപ്ലൈയും പറയുന്നത് കേൾക്കാൻ തയ്യാറാകും. അപ്ലൈയും ചിലപ്പോൾ നമ്മളത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അപ്ലൈന് ചിലപ്പോൾ നമ്മളെ അത്ര കാണാൻ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കണ്ട. മൈലേവിൽ നമ്മളെ കാട്ടി ഒരു ദിവസം മുന്നെങ്കിലും പിറവിയെടുത്ത ഒരാളാണ് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെ പറഞ്ഞേ കേട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. പക്ഷെ അപ്ലൈനെ കാത്തു നിന്ന് നിങ്ങൾ സമയം കളയരുത്. നിങ്ങളുള്ള സമയത്ത് അത് പഠിച്ചെടുത്തോ. ഞാൻ എന്റെ ഒരാളെ പോലും കാത്തുന്നിട്ടല്ല, എന്നെ കൊണ്ടുപോകുന്ന ഒരാളുണ്ട്. എനിക്ക് ഈ അവസരം തന്നത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഷിഹാബ് എന്ന് പറയുന്ന ഒരാളാണ്. ആളിന്ന് ഈ ബിസിനസ് ചെയ്യുന്നൊന്നുമില്ല. ആളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളെന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു എന്നുള്ളൊരു നന്മ ആണ് ചെയ്തു. അതിനിന്നും ഞാൻ ആളുടെ ഏത് സമയത്തും ഏത് വേദിയിലും ഞാൻ ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് മൈലേവിൽ തന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഷെഫീഖ് പാലായി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 26, 27, 28 വയസ്സിലൊക്കെ 10, 50 ലക്ഷം 55 ലക്ഷം കടബാധ്യത വന്നിട്ട് ഒരാൾ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്ന സാഹചര്യം. 2 കുട്ടികൾ. ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് പേടി, കോളിംഗ് ബെൽ അടിഞ്ഞൊക്കെയാണെങ്കിൽ പേടി, പുറത്തേക്ക് ഇറങ്ങാൻ പേടി, 4 ആള് കൂടുന്ന കല്യാണപ്പുരയിൽ പോകാൻ പേടി. നാട്ടിൽ ഒരു കല്യാണവും ഷെഫീക്ക് പങ്കെടുത്തിട്ടില്ല കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട്. 5-6 വർഷമായിട്ട് നാട്ടിൽ ഒരു കല്യാണത്തിനും ഞാൻ പങ്കെടുക്കില്ല. ഞാൻ വൈഫിനെ പറഞ്ഞ കുമ്മനെ പറഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ പോകാറില്ല. അതൊക്കെ പേടിയായിരുന്നു. നാട്ടിലാർക്കും പൈസ കൊടുക്കാണ്ടായിട്ടല്ല. അവിടെ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ബാങ്കിലോ മറ്റാരെങ്കിലും എന്തെങ്കിലും അവിടുന്ന് ചോദിച്ചത് കേട്ടിട്ട് എന്റെ കൂടെ ഉള്ള ആളുകളും അവിടെ കേൾക്കുമ്പോൾ അത് വിഷമാകുന്നതിനെ കൊണ്ടാണ് എനിക്ക് അവിടെ കയറാൻ പേടി. എന്റെ നാട്ടിൽ നോവ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയം വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 5-6 വർഷമായി. അതിന്റെ ഉള്ളു കണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു നോമ്പിന്റെ 2 മാസം മുന്നേ ഒരു ഷാഫി കൊല്ലം ഒരു പ്രോഗ്രാമിന് വന്നപ്പോ ആളെനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ കയറിയതാണ്. എന്റെ നാട്ടിലുള്ള ഒരു ഓഡിറ്റോറിയം. അടുത്ത കല്യാണം വിളിക്കായിട്ടല്ല, അവിടെ എത്രയോ കല്യാണങ്ങളും പരിപാടി നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കയറാൻ സാധിച്ചില്ല. അപ്പൊ ഇതുപോലൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കൊന്ന് വന്നു നോക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. എന്റെ അച്ചീവ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഫേസ്ബുക്കിൽ പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. സാധാരണ രീതിയിൽ കാറൊക്കെ എടുത്ത് കോട്ടൊക്കെ ഇട്ടിട്ടാണെങ്കിൽ 4 ഫോട്ടോ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോസ്റ്ററൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിച്ച് തകർക്കുക. എന്റെ പോസ്റ്ററൊക്കെ വേറെ ആരൊക്കെയോടില്ല, അത് ഷെയർ ചെയ്യാനാ. ഇപ്പോഴാണ് ഞാൻ തുടങ്ങിയത് ഇതൊക്കെ. അങ്ങനെ ഒരു ഫോട്ടോ ഇടാൻ പേടി. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതി. ഇപ്പൊ എന്റെ മറ്റേ വാട്സപ്പിൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുകയാണെങ്കിൽ അത് നിങ്ങൾ കാണുന്ന ആളുകളെ നിങ്ങൾ നോക്കുക. ഞാൻ കാണാതിരിക്കാനുള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യണം ആദ്യം. മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട്. അവിടെ നിന്നൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് കടഞ്ഞെടുത്തിട്ടാണ് ഇന്നൊരു RTC ഒക്കെ ഉണ്ടായത്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാ ആളുകളും പ്രശ്നങ്ങളുണ്ട്. വിജയിച്ച ആളുകള് ആ പ്രശ്നങ്ങൾ വിജയിക്കാനുള്ള കാരണമാക്കി, പരാജയപ്പെട്ട ആളുകൾ അത് പരാജയപ്പെടാനുള്ള കാരണമാക്കി. പ്രശ്നങ്ങളല്ല പ്രശ്നം, അതിനോട് നമ്മൾ നോക്കി കാണുന്ന മനോഭാവമാണ് പ്രശ്നം. അത് മാറ്റിയാൽ മതി.
എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിർത്തി പോകാൻ, ചെയ്യാതിരിക്കാൻ, നാട് വിടാൻ, ഇവിടുന്ന് മുങ്ങാൻ, ഗൾഫിലേക്കോ ബോംബെയിലേക്കോ എവിടെങ്കിലുമൊക്കെ പോയിട്ട് പണിയെടുത്തിട്ട് അവിടുന്ന് നിന്നുകൊണ്ട് കുടുംബത്തിനെ പോറ്റാൻ, എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ നാട്ടിലേക്ക് വരാൻ, ഇതിനൊക്കെ എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ കൂടി ജീവിച്ചു പോയ ആളാ. പക്ഷെ ആ പ്രശ്നത്തിനെ മുഴുവൻ വിജയിക്കാനുള്ള കാരണമാക്കിയിട്ട്, അത് ഇന്ധനമാക്കിയിട്ട് എടുത്ത് ഓടിയിട്ടാണ് ഇന്ന് MI ലൈഫിൽ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. എന്റെ സ്വപ്നത്തിൽ പോലും കിട്ടാത്ത വരുമാനങ്ങൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഏകദേശം 1,00,000 രൂപക്ക് മുകളിലാണ് വരുമാനം. ഇതൊന്നും മൈ ലൈഫിലല്ലാതെ വേറൊരു സ്ഥലത്തും കിട്ടൂല. അത് ഞാൻ ഉറപ്പിച്ചെടുത്ത സംഗതിയാണ്. കാരണം അത്രക്ക് ട്രസ്റ്റാണ് ഈ കമ്പനിയിൽ. കാരണം വന്ന് ഏകദേശം 4 വർഷമായിട്ട് ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുക. ഒരാഴ്ച പോലും വരുമാനം മുടങ്ങില്ല. അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ചോദ്യം. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബുധനാഴ്ച അക്കൗണ്ട് കയറുന്നുണ്ട്. ഇന്ന് വരെ കമ്പനി പറഞ്ഞില്ല കോവിഡ് ആണ്, പ്രളയാണ്, മഴയാണ്, അല്ലെങ്കിൽ ബാങ്കില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച കൂട്ടിത്തരാം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും കാലയളവിൽ സർക്കാർ ശമ്പളം വെട്ടിക്കുറച്ചില്ലേ? സർക്കാർ കൊടുക്കാതെ നിന്നില്ലേ? പ്രൈവറ്റ് മേഖല കൊടുക്കാതെ നിന്നില്ലേ? എവിടേക്ക് എന്തൊക്കെ ചെയ്ത്? എത്രയോ ജോലിക്കാരെ വെട്ടിക്കുറച്ചില്ലേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും? സർക്കാർക്ക് എത്രയോ ശമ്പളം കൊടുക്കാനുള്ള കുടിശ്ശികയായിട്ട് മാറിയില്ലേ? നവംബറിൽ ഇനി പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പുതിയ പ്രൊഡക്റ്റും നിലവിലുള്ള പ്രൊഡക്റ്റും ഒക്കെ ലേശം വിലയിലും ചെറിയൊരു മാറ്റം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പാക്കിങ് കംപ്ലീറ്റ് മാറുകയാണ്. നിങ്ങൾ എല്ലാ കളറും ചുവപ്പും അതും ഒക്കെ കാണുന്നില്ലേ? ആ പാക്കിംഗ് ഒക്കെ മാറാൻ പോവാ. ഇന്റർനാഷണൽ പാക്കിങ്ങിലേക്ക് മാറാൻ പോവാ കമ്പനി. ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം സ്റ്റോക്ക് ചെയ്യുക, സ്റ്റോക്ക് ഔട്ട് ആക്കിക്കൊണ്ടിരിക്കുക. ഓഫർ പ്രൊഡക്റ്റ് ഈ വരുന്ന 2 ആഴ്ചപാടെ ഓഫർ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അത് മാക്സിമം മുതലെടുക്കുക, അതെടുത്ത് സ്റ്റോക്ക് ചെയ്യുക. കാരണം നവംബറിലേക്ക് പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റിന് നല്ല ഷോർട്ട് വരാൻ പോവുക. ഈ ഷോർട്ട് വരുന്ന സമയത്ത് നിങ്ങളെ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റും കിട്ടൂല. ഇതിലാണ് ഞാൻ ജോയിൻ ചെയ്യാത്തതെന്നുള്ള കുറ്റം പറയുന്ന നേരത്തുകൊണ്ട് ഇന്ന് കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് വാങ്ങി വെച്ചിരിക്കുകയാണെങ്കിൽ നാളെ പ്രൊഡക്റ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് സാധനം സെല് ചെയ്തിട്ട് റീറ്റെയിൽ ചെയ്തിട്ടും അങ്ങനെ ടേൺ ഓവർ കയറ്റിയിട്ടും റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടും പിടിച്ചു നിന്നിട്ടും ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടും ആക്കാം. ഞാൻ ഓരോ ആഴ്ചയിലും 2,000, 4,000, 5,000, 6,000, 10,000 ഒക്കെ വാങ്ങി വെച്ച് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അത് എനിക്ക് എന്തോ ഉപയോഗിക്കാനും വിൽക്കാനും വേണ്ടി മാത്രമല്ല, ആ സമയത്ത് എന്റെ ടീമിലുള്ള കുറെ ആളുകൾക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് 100% ഗ്യാരണ്ടിയാ. ആ സമയത്ത് ഇന്ത്യ അടുത്തുള്ള ആളുകൾക്ക് കുറച്ചിച്ച് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ക്രഷർ കോറി സമരം വരുന്ന നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സകല വഴിക്കുള്ള വണ്ടിയൊക്കെ പാടെടുത്തിട്ട് മെറ്റലും എംസാനും ബീസാനും ഒക്കെ അടിച്ച് മല പോലെ കൂട്ടിയേക്കും. വന്നിട്ട് ഇവിടെ നമ്മളെ യാർഡിൽ വന്നിട്ട് എന്നിട്ട് കോറി സമയം 1 ആഴ്ച 2 ആഴ്ചയൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് കുറച്ച് 100 കൂട്ട്, 200 കൂട്ട്, 300 കൂട്ട് നേരെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങും. 2 രൂപ എല്ലാം കയറ്റി വെക്കും. ആ സമയത്ത് അങ്ങനെ കൊണ്ട് കൊടുക്കൂ. അതേപോലെ ഓഫർ വരുമ്പോഴും എന്തെങ്കിലും തീരാനാകുമ്പോഴും പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് ബിസിനസ് ചെയ്യണവരാണ് ബുദ്ധിമാൻ. ഓഫർ വരുമ്പോൾ വാങ്ങാതെ അങ്ങനെ ഇപ്പോ ഞാൻ പഠിച്ചത് പാകിസ്ഥാൻ നന്നാവണ്ടെന്ന് വിചാരിക്കണം. പാകിസ്ഥാനും നന്നാവില്ല, നമ്മളും നന്നാവില്ല. ഈ രീതിയിലാണ് ഇരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓഫർ മുതലാക്കണം. കഴിഞ്ഞ പെരുന്നാളിന്റെ മുന്നേ ഞാൻ കാലിക്കട്ട് ടവറിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുക. അന്നേരം എന്റെ വൈഫിന്റെ കോള് 2 കോള് വന്നപ്പോ ഞാൻ എടുത്തില്ല. വെറുതെ എന്തിനേലേക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ. 3ാമത് വന്നപ്പോ ഞാൻ മെല്ലെ എടുത്ത് എന്താണ് പറയുന്നത്? അതല്ല നിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് ചോദിച്ചു. കോഴിക്കോട് കല്യാണില് ഭയങ്കര ഓഫർ ഉണ്ടോ? അല്ലെ കല്യാൺ സാരീസിൽ ഭയങ്കര ഓഫറാണ്, വളരെ വില കുറവാണ്. പിന്നെ ഇങ്ങനെ വില കുറവ് പറഞ്ഞാൽ എത്ര? 80% ഓഫറാണ്. ഞാൻ പറഞ്ഞിട്ട് ആരെ നോക്കിയൊക്കെ വേഗം വിട്ടോ സാറാണ് അങ്ങോട്ട്. അങ്ങനെ പെരുന്നാളാ വരുന്നത്, എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കണം, ഒരു പൈസ അങ്ങ് പോകും. അങ്ങനെ അവളെ പറഞ്ഞയച്ച് ഞാൻ 2,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു 1,000 എടുത്ത് തീർത്താണ്ടാന്ന് പറഞ്ഞു 2,000 രൂപ കൊടുത്തിട്ട് അങ്ങനെ ഓള് പോയി അവിടെ എത്തി. പിന്നെ ഒരു 3 മണിക്കൂർ ഓള് പോണ പോക്കില് എന്റെ സുമേഷ് വൈഫിനെ വിളിച്ചിട്ടാ പോയത്. അവിടെ എത്തിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്നെ വിളിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ, പക്ഷെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചു കുറെ കവർ എന്റെ അടുത്ത് ബസ്സിന് പോകാൻ കഴിയില്ല. പിന്നെ 2,000 രൂപ കുറെ കവറോ? ഞാൻ പറയാം എന്തായാലും 2,000 രൂപ കുറെ കവർ കിട്ടിയല്ലേ, ഇതൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കൊന്നും പറഞ്ഞു. അങ്ങനെ ഏകദേശം ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ആദ്യമായിട്ട് എന്നെ പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷയൊക്കെ പറഞ്ഞേക്കണ്. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചോളൂ വീട്ടിൽ വന്ന് ബില്ല് എനിക്ക് കിട്ടുന്നത് 18,632 രൂപയുടെ ബില്ല്. സാധനം എടുത്തത് എമൗണ്ട് എത്ര ആയത് നിങ്ങൾക്ക്? 2,030 രൂപ. ഞാൻ ബുദ്ധിമാനാണോ ഞാൻ അല്ലെങ്കിൽ പൊട്ടനാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് 4 ദിവസം അതല്ലേ, അത് ഇവിടെ കട കാലിയാക്കി നേരെ കോഴിക്കോട് തൊണ്ടയാട് ഇഹാം ഡിജിറ്റലിന്റെ മുന്നിലേക്ക് പുതിയ ബിൽഡിംഗ് തുറന്നപ്പോൾ ബിൽഡിംഗ് മാറ്റിയതാ.
ആ സമയത്ത് ഇതിന്റെ മുന്നുള്ള വിറ്റുവരയിലാണ് എല്ലാം എടുത്തത്. എന്റെ മോനിടുന്ന പാന്റ് ഒരു ആർട്ടിസ്റ്റ് ആണ് ജെറൂൾ സാറേ, അത് പറയാൻ പറ്റൂല, അങ്ങനെ ആ അർത്ഥത്തിൽ എടുക്കണം എല്ലാരും. പിന്നെ എത്ര തരം ആളാണ് നിങ്ങൾ വിചാരിക്കരുത്. സംഗതി 800 റുപ്യന്റെ ജീൻസ് ആണ് വാങ്ങിയത്. 60 റുപ്യൊക്കെ ആയിട്ടുള്ള ഓരോ ജീൻസിന് 60-70 റുപ്യൊക്കെ. ഈ രീതിയിൽ ഡ്രസ്സ് വാങ്ങി വെച്ച ഞാൻ പൊട്ടനാണോ അല്ലെ ഞാൻ ബുദ്ധിമാനാണോ? ഇതേ സാധനം 800 റുപ്യന്റെ ജീൻസ് ഒരു പക്ഷെ 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ 800 റുപ്യക്ക് എന്നെ വാങ്ങേണ്ടിയിരിക്കും, അല്ലെ 700 റുപ്യക്ക് വാങ്ങേണ്ടിയിരിക്കും. അത് ഇപ്പുറത്തുള്ള എന്റെ ഏട്ടന്റെ മോന് 800 ജീൻസ് 70-നും, എന്റെ മോൻ 800 ജീൻസ് 700-നും ഇടുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ? എന്റെ പൈസ പോയല്ലോ എന്നുള്ള. ഇപ്പൊ എനിക്ക് ആ വിഷമല്ല. ഞാൻ അന്ന് എന്ത് ചെയ്തിട്ട് കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരെ ഇനി അവർക്കൊക്കെ വാങ്ങാൻ ഡ്രസ്സ് വാങ്ങി നിലയ്ക്ക് സംഗതി ലാവിഷായല്ലോ. ഇതേപോലെ പ്രൊഡക്റ്റ് ഓഫർ മാക്സിമം 10-നോ 20-നോ 30-നോ 40-നോ 50-നോ എത്രക്കാണോ എന്ന് വിചാരിച്ചാൽ അത് മാക്സിമം നിങ്ങൾ വാങ്ങി വെക്കാനുള്ള ഈ 2 ആഴ്ചകൾ ഒന്ന് മെനക്കിടുകയാണെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ടീമിലെ ഏറ്റവും സ്റ്റോക്കുള്ള ഏറ്റവും കച്ചവടം നടക്കുന്ന ഷോപ്പ്. അത് നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റണം. ഞാൻ എന്റെ ടീമിനോട് മൊത്തം അത് പറയുന്നുണ്ട്. എന്റെ ടീമിനോട് എല്ലാവരോടും ഇത് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടീമിനോടും പറയണം. എല്ലാവർക്കും ഇത് കിട്ടുമോ അറിയില്ല. ഓണമമ്പർ എല്ലാവർക്കും അടിക്കില്ലല്ലോ, ആർക്കും ഒരാൾക്കല്ലേ ഫസ്റ്റ് അടിക്കുള്ളൂ. ഇതേപോലെ നിങ്ങളുടെ ടീമിൽ കച്ചവടം നടക്കണമെങ്കിൽ സാധനം കിട്ടണമെങ്കിൽ ഇന്നേ നിങ്ങൾ മെനക്കെട്ട് കടയിൽ സാഹചര്യം നടക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഷോർട്ട് ആകുമ്പോൾ അതായത് നമ്മളെ PUC-യിൽ ഷോർട്ട് ആവുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളെ ടീം ചോദിക്കുമ്പോൾ കൊടുക്കാനും നിങ്ങളെ സെയിൽസ് നടക്കാനും ആ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഫുൾ ഇറങ്ങി സ്റ്റോക്ക് ആകുന്നത് വരെ നിങ്ങളെ കച്ചവടത്തിന് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ ഇത് നിങ്ങളോട് നിങ്ങളുടെ ടീമും ലീഡേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആവർത്തനങ്ങൾ ഓർമ്മപ്പെടുത്തലാണല്ലോ ഈ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഓരോ ആളുകളും വ്യത്യസ്ത രൂപത്തില് വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ് മനുഷ്യരായി പോയില്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പണ്ടേ ഈ മീറ്റിംഗ് കയറിയ ആദ്യം കേട്ട ആളുകൾക്കറിയാം, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറമെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അകത്ത് അടക്കി പിടിച്ചിട്ട് പുറമെ പുഞ്ചിരിക്കാൻ കഴിയുന്നത് ആർക്കാണോ അവർക്കാണ് ലൈഫിൽ വലിയ സക്സസ് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകത്ത് അടക്കി പിടിച്ചിട്ട് പുറമെ ഒന്ന് പുഞ്ചിരിച്ചാൽ അത് വലിയൊരു എന്താ പറയാ ഒരു സുഖ. അതേമാതിരി ഇങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് എത്രയോ പ്രശ്നം ഉണ്ടാവില്ലേ, ഒരുപാട് ബുദ്ധിമുട്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് എടുത്തോണ്ടിരിക്കുകയാണ്, ജസ്റ്റ് ഒരു മീറ്റിംഗ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, നിങ്ങളെ ടീമിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് സമ്പായിട്ട് മീറ്റിംഗ് എടുത്തോണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൾ വരുന്നത്. പിന്നെ ബാങ്കിൽ നിന്ന് 2 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, സമൻസ് ആയിട്ടോ ജപ്തി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസ് ആയിട്ടോ ഒക്കെ ആയിട്ട് ബാങ്കിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. അപ്പൊ അർജന്റായിട്ട് വിളിക്കണം, അല്ലെ ഇത്ര നാളെ അത്ര അടച്ചില്ലെങ്കിൽ വമ്പ പ്രശ്നമാണെന്നാണ് കോൾ എന്നാ എങ്ങനെ ഉണ്ടാവും? ആ മീറ്റിംഗിൽ ഒരു സ്വഭാവം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അന്നേരം പറയും ഓൾറെഡി അവരോട് പറയും നമ്പർ വാങ്ങിച്ചോ, 1/2 ഒരുപാട് വിളിക്കൂ, ഇപ്പൊ ഒരു പരിപാടി എടുത്തോണ്ട് നിൽക്കുകയാണ്, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണോ നാളെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു തമാശയാക്കി ചിരിച്ചാണ്. എന്നിട്ട് മെല്ലാണ് വെക്കും. എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞാലും എനിക്കൊരു 5 ഡ്രസ്സുമാണ് നിങ്ങൾ വാങ്ങി തരണം, എന്റെ മൈൻഡ് ആകെ മാറിക്കുന്നതാണ് സത്യം. അള്ളാഹി സത്യം. സുബൈക്ക് കളവരല്ല. എനിക്കൊരു 5 ഡ്രസ്സുമാടെ വാങ്ങി തരണം, എന്റെ മൈൻഡ് ആകെ മാറിക്കുന്നതാണ്. ഇതിങ്ങനെ ബാഗിൽ നിന്നും പൊഴുത് നോട്ടീസ് വന്നിട്ട് ഞാനാണെങ്കിൽ എനിക്കിത് എന്തോ എന്റെ ആരാധകർ കൂടി അയച്ചിട്ട് അങ്ങനെ തൂക്കി ടെസ്റ്റ് ഗ്രൂപ്പിനെ കൊണ്ടു അടുത്ത നോട്ടീസ് വന്നിക്കണേ ഇത് തീർക്കണേ എന്ന് പറയും. സംഗതി വലിയ വിശ്വാസിക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെ നോക്കിക്കണ്ട എന്ത് ചെയ്യും? എത്രയോ പ്രശ്നം. വണ്ടി എടുത്താലും സമാധാനം ഉണ്ടാവില്ല. അറിയിട്ടില്ല നിങ്ങള് മറ്റേതോ പടത്ത് പറയും കൊന്നാലും തീരില്ല, ഇത് ചത്താലും തീരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേപോലെയാണ്. പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു പോസിറ്റീവ് സെൻസോട് കൂടിയിട്ട് ചിരിച്ച മൈൻഡോട് കൂടി അങ്ങനെ കണ്ടിരിക്കുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമല്ല. നമ്മൾ ഹൃദയത്തെ തകർക്കൂല. ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ മാറ്റി പറയേണ്ടി വരും. കടക്കാര് പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബിസിനസ് അല്ലേ ഈ ബിസിനസ്. ഷെഫീഖ് എങ്ങനെയെങ്കിലും ഒരു 2-10 വാങ്ങണേ, എന്നാലേ ഓനൊരു 1-5 കിട്ടുള്ളൂ. വേണ്ടേ? ഓൻ പ്രാർത്ഥിക്കും. വേറെ മേഖലയിലാണ് നടക്കുമോ? അതാണ് ഈ ബിസിനസിന്റെ ഒരു പവർ. അപ്പൊ അതുകൊണ്ട് പുഞ്ചിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എന്താ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറമെ അതൊന്നും കാണൂല. പക്ഷെ എന്നെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം എന്റെ പുറമുള്ള ചിരിയിൽ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് എന്നെ ആക്കിയ ഒരുപാട് ഗുരുക്കന്മാരും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്നോട് അത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത്. അത് അവർക്കേ മനസ്സിലാവും, പുതിയ ഒരാൾക്ക് മനസ്സിലാവില്ല. ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുറമെ പുഞ്ചിരിക്കാതെ ചെയ്യാൻ പറ്റൂല, ചിരിച്ചേ പറ്റൂ. അത് വെറുതെങ്കിൽ ആ ചിരി ഫിറ്റ് ചെയ്തോളി. നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ. കാരണം ചിരിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തത് മനുഷ്യന്മാർക്കാണ്.
മനുഷ്യന്മാർക്കെല്ലാം ഇത് ചിരിക്കാൻ പറ്റൂ. ബാക്കിയുള്ളവർ ചിരിക്കാനോ കരയാണോ ചിരിക്കുന്നോ നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? ചിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി ചിരിച്ചിട്ടില്ലെങ്കിലും പുറമുള്ളവരെ കരയിപ്പിക്കാതെ ഇരിക്കുക. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ കാരണം ഒരുപാട് ആളുകൾ ചിരിക്കുകയും ഞാൻ കാരണം ഒരുപാട് ആളുകൾ ആരും കരയാതിരിക്കുകയും ചെയ്യാൻ പറ്റിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ എന്റെ വിജയം എന്ന് ഞാൻ പറയുന്നത്. വെറുതെ അല്ല. അപ്പൊ ഏതായാലും ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ എക്സ്പീരിയൻസ് കേട്ട് 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 കുറെ ആളുകൾ പറഞ്ഞു ഇനിയും നിനക്കിത് നിർത്താനായില്ലേ എന്ന് ചോദിക്കേണ്ട രീതിയിലാണ് എന്റെ എക്സ്പീരിയൻസിന്റെ കഥ ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഇന്ന് വരെ ഒരു മീറ്റിങ്ങിലും നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കാം, എഴുതി വെച്ചതോ പുസ്തകങ്ങളോ കാര്യങ്ങളോ നോക്കി പറയലില്ല. ഞാൻ ട്രെയിനിങ് എടുക്കലില്ല. എന്റെ ടീം മീറ്റിംഗിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് എടുക്കും, ട്രെയിനിങ് എടുക്കും, എല്ലാ കാര്യങ്ങളും എടുക്കും. അതൊക്കെ ഞാൻ ആർട്ടിഫിഷ്യലാണ്. ഞാൻ എഴുതി വെച്ച് അവിടുന്ന് പോയിന്റുകൾ എഴുതി വെച്ചിട്ട് പറയും. എന്നാ ഒരു സത്യങ്ങൾ മനസ്സിലാക്കണം. ഈ പോയിന്റ് നോക്കിയിട്ടല്ലേ ഷെഫീക്ക് ഇവിടെ എത്തിയത്. ഞാൻ RTC ആയാലല്ലേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ RTG STG ആവണതും ഞാൻ ഇവിടെ ഇങ്ങനെ കയറി പോയി കൊടുക്കണതും ഞാൻ എഴുതി വെക്കാറില്ല എന്നല്ല, ഞാൻ സകല സാധനം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ലെവലിലേക്ക് എത്തിയത്. എന്റെ ഉള്ളിലെ കടബാധ്യതയും എന്റെ അടങ്ങാത്ത ആവേശമായിരിക്കും. എനിക്കൊരു ഭയങ്കര ലഹരിയാണ് ഈ മൈലൈഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പം സാധാരണ രീതിയിലുള്ള ഭ്രാന്തൊന്നല്ല, ചെറിയ രീതിയിലുള്ള വട്ടമൊന്നല്ല എനിക്കൊരു 1.5 വട്ടാന്നാണ്. ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതി വെക്കാറില്ല. അപ്പൊ എഴുതി വെച്ച് നോക്കി നിങ്ങൾക്ക് പോയിന്റുകൾ എണ്ണി പറഞ്ഞെന്ന് അടുത്തത് എസ്, അടുത്തത് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ് ഇതൊന്നും പറയാൻ അറിയായിട്ടല്ല. പക്ഷെ അത് പറഞ്ഞാൽ ആ പറയുന്ന ആൾ ശരിക്കല്ലാതായിരിക്കും. കാരണം എന്താ വെച്ചാണെങ്കിൽ അത് ഞാൻ നോക്കി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാ ഇപ്പം പറയുന്ന സാർ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാരണം എന്താ വെച്ചാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ അനുഭവിച്ച വേദനകളാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിച്ച വേദനകളാണ് എന്നെ ഒന്ന് RTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയത്. ഞാൻ അനുഭവിച്ച വേദനകളാണ് ഇന്ന് മാസത്തിൽ ലക്ഷങ്ങൾക്ക് മുകളിൽ സാലറി അല്ലെങ്കിൽ ഇൻകം ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയാ, മറ്റുള്ളവരെ ആവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ അനുകരിക്കാൻ നോക്കുന്നതിന് പകരം നിങ്ങളായിട്ട് തന്നെ തുടരാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്ന നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ വേറല്ല. അല്ലേ? എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കണ എന്നെ പോലെ ആരെങ്കിലും ഒരാൾ ഭൂമിയിലുണ്ടോ? ഞാനല്ലേ എന്റെ വിഷമങ്ങളെ ഞാനല്ല അറിയുന്നത്, എന്റെ പ്രയാസങ്ങളെ ഞാനല്ല അറിയുന്നത്, എന്റെ സന്തോഷത്തിനെ ഞാനല്ല അറിയുന്നത്, എന്റെ ദുഃഖത്തിനെ ഞാനല്ല അറിയുന്നത്. ഞാൻ നാളെ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. അപ്പോ ഞാനായിട്ട് ഇരുന്നിട്ടാണെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിലും ലൈഫിലും ഒക്കെ ആക്കാനുള്ളൂ. മറ്റുള്ള പല ആളുകളും മേലോട്ട് നോക്കി ഞാൻ ഓനെ പോലെ ആയില്ലല്ലോ, ഞാൻ ഇവനെ പോലെ ആയില്ലല്ലോ, ഓനെ പോലെ എനിക്ക് വരുമാനം കിട്ടുന്നില്ലല്ലോ, ഓനെ പോലെ ടീം എനിക്കാവുന്നില്ലല്ലോ, ഞാൻ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടല്ലേ ഓൻ വന്നത്, ഓന്ന് TC ആയില്ലേ, ATC ആയില്ലേ, DTC ആയില്ലേ, അന്ന് റൂബിയല്ലേ എന്നൊന്നും തീരുമാനിക്കണ്ട. നിങ്ങളെക്കാൾ മികവുറ്റ കഴിവുള്ള ആളുകൾ നിങ്ങളെ ടീമിൽ നിങ്ങൾ അറിയാതെ എത്തിപ്പെടും. ഷുവർ. എത്രയോ ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് ഈ മോർണിംഗ് മീറ്റിലേക്ക് തന്നെ നോക്കിക്കുകയാണെങ്കിൽ കാണാനുള്ള തെളിവുകൾ സഹിതം ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലേ? നിങ്ങളെ എന്താ പറയാ, അപ്ലൈ ലീഡേഴ്സും നിങ്ങളെ ലീഡേഴ്സും ഒക്കെ ആ രീതിയിൽ വന്നിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉമർ ഉസ്താദ് എന്ന് പറഞ്ഞ ആ വ്യക്തി വന്നതിന് ചേറൂർ സാറും അഷ്റഫ് ദാരാണി സാറും ഹമീദ് മുസ്ലിയാരും അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ഒരു നേരെ തന്നെ വന്ന സമയത്ത് മൈ ലൈഫിൽ ഇന്നലകളിൽ വരെ എഴുതിയ ചരിത്രങ്ങൾ മാറ്റി എഴുതപ്പെട്ട് ഈ രീതിയിൽ വന്നൊരു ടീമിലാണ് നിങ്ങളുള്ളത്. ഇതുപോലെ ഒരു ഉമർ ഉസ്താദും അബ്ദുറഹ്മാൻ സാറും അൽതാഫ് സാറും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങളെ ടീമിൽ വരാനുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യും, യഥാസമയം വരും. അതിന് അർഹനാണോ എന്നുള്ളത് തീർത്ത് ചെയ്യണം. പടച്ചോനല്ലേ ദൈവം നോക്കണം, നിങ്ങളെ നോക്കി കാണും. നോക്കി കണ്ട് നിങ്ങൾ അർഹനാണെങ്കിൽ മാത്രം ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അർഹനല്ല, നിങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ല, നിങ്ങൾ വിട്ടു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല. അത് അവിടെ വെച്ച് അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ബിസിനസ്സാണ്, ഇത് വിജയിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. വിജയത്തിന്റെ തൊട്ട് മുന്നേ വരെ പരാജയത്തിന്റെ പടി നമ്മൾ ചവിട്ടേണ്ടിയിരുന്നുള്ള മനസ്സിലാക്കുക. അങ്ങനെ എത്രയോ വട്ടം ഈ ഷെഫീഖ് പാലായി നിർത്തിപ്പോകാൻ വേണ്ടി തീരുമാനിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ പിടിച്ചു നിന്നിട്ടാണ് ഇന്ന് എന്റെ കുടുംബത്തിനെ ഞാൻ പോറ്റുന്നത്. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വൻ പരാജയമാണെങ്കിലും ഞാൻ ചെയ്യുന്ന മേഖലയിൽ 1500-2000 കൂലിക്ക് ഡെയിലി ഞാൻ ഡ്രൈവറായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ 1500 മുതൽ 2500 റുപ്യന്റെ ഉള്ളിൽ വരെ എനിക്ക് ഡെയിലി വരുമാനം കിട്ടുമായിരുന്നു. ഇനി എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടോ ലോൺ ഇട്ടിട്ടോ ആരെങ്കിലും പേര് ലോൺ ഇട്ടിട്ടോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലോറികളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. തന്നെ വിജയിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരൊറ്റ കാര്യം, എനിക്ക് ഇന്നും നന്ദിയോടുകൂടി ബിസിനസ്സിനോട് ലീഡേഴ്സിനോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നമ്മളെ മതവിശ്വാസ പ്രകാരം മരണപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ മയ്യത്ത്
പള്ളിയിൽ വെക്കുന്ന സമയത്ത് അവിടെയുള്ള ആ മൊയിലാരനോ ഖത്തീബിനോ ഒരു ചോദ്യമുണ്ട്, ഈ മയ്യത്തിന്റെ മേലെ ഇത്രയും കടബാധ്യത, എന്തെങ്കിലും ബാധ്യതകളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഇയാളെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഇന്നും സങ്കടത്തോടു കൂടി പറയാം, അന്ന് അങ്ങനെ എങ്ങാൻ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ ഞാനെന്ന എന്റെ ശരീരത്തിന്റെ മുകളിലുള്ള ഒരു 100 രൂപ കിട്ടാൻ ത്രാണിയുള്ള അല്ലെങ്കിൽ കെൽപ്പുള്ള ഒരാൾ പോലും എന്റെ കുടുംബത്തിലില്ല, ഒരാൾ പോലും ഇല്ല. കടം വന്ന് മരിപ്പിക്കല്ലേ നാഥ എന്നുള്ള പ്രാർത്ഥനകൾ മാത്രമേ ഏത് സമയത്തും അന്നും അങ്ങനെയൊന്നുമില്ല. എന്നാൽ എന്ന് എനിക്കൊരു 100 അല്ല 150% ഗ്യാരണ്ടോട് പറയാൻ പറ്റും, ഇന്നെങ്ങാൻ ഞാൻ ഈ സെക്കൻഡിലെങ്ങാൻ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആ മയ്യത്തിന്റെ മുകളിലുള്ള സകല ബാധ്യത ഏറ്റെടുക്കാൻ എന്റെ വൈഫ് മാത്രം മതി. എന്റെ വൈഫിന് പറയാൻ പറ്റും അതിന് എന്ത് ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ തീർക്കും എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാ? അതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ആത്മയിലേക്ക് ചെയ്തത്. മറ്റുള്ള മേഖലയിൽ നിന്നാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഞാൻ വിട പറഞ്ഞു പോയിക്കുകയാണെങ്കിൽ എന്റെ കടബാധ്യത, എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, എന്റെ കുടുംബം പട്ടിണി, എന്റെ മക്കൾ പട്ടിണി, എന്റെ വാപ്പ അമ്മ എല്ലാവരും പട്ടിണിയാണ്. അവരൊന്നും നോക്കാൻ ഒരു പക്ഷേ ഞാൻ ചെയ്ത മേഖല തയ്യൂല. എന്നാ MI എന്ന് പറഞ്ഞ മേഖലയിൽ ഞാൻ വിട്ടുപോയിക്കുകയാണെങ്കിലും എന്റെ കുടുംബം പട്ടിണിയല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഇവിടുന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ ലയിച്ചിട്ട് എറണാകുളം കാണൂല. ആദ്യം 100-150 മീറ്റർ രാത്രി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലം കാണും. അങ്ങനെ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ ഓടിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്കൂറോ 5 മണിക്കൂറോ നിങ്ങൾക്ക് എറണാകുളത്ത് എത്താൻ പറ്റും. ഒറ്റയ്ക്ക് നിങ്ങൾ ITC NTC സ്വപ്നം കാണണ്ട. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രോൺസ് കാണും, സിൽവർ കാണും, സ്റ്റാർ, റൂബി, TC ATC TTC STC ഒക്കെ കാണും. ആ സമയത്ത് എത്തുമ്പോഴേ കാണുള്ളൂ. അങ്ങനെ കണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഒരു സമയം പോലും നിങ്ങൾ കുറ്റം പറയാതെ, ഒരു സമയം പോലും. ഞാൻ ഇന്ന് വരെ ഒരു ലീഡേഴ്സിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഇന്നും ഞമ്മക്ക് അവസരം തന്ന നമ്മുടെ ഈ ഇതിലെ ലീഡറോടും ദൈവത്തോടും ഒക്കെ ഏത് സമയത്തും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറഞ്ഞ ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്. ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ എവിടെ കണ്ടാലും എല്ലാവരോടും നല്ലപോലെ നിൽക്കാന്നുള്ളൂ. ഒരു സമയം പോലും ഞാൻ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം എന്റെ ടീമിനോടോ എന്റെ പുറമുള്ള ടീമിനോടോ എന്റെ ലവ്ലൈനോടോ ഇന്ന് വരെ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യൂല. കാരണം തനി നാടനാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോയിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ലോങ് യാത്ര പോയിക്കുകയാണെങ്കിൽ ചില ആളുകൾ ബിരിയാണി മന്തി തിരഞ്ഞെടുക്കുമ്പോൾ വേറെ കുറെ ചില ആൾക്കാരുണ്ട് കുടുംബശ്രീന്റെ ചോറ് ഇടയിൽ കിട്ടുമെന്ന് ചോദിച്ചാണ്. നാടൻ ചോറ് നാം പുതിയിട്ട് ഒരു 20 കൊടുത്ത് കുടുംബശ്രീയുടെ ചോറ്. അതേപോലെ ഷെഫീഖൊക്കെ പാലായിൽ ജനിച്ചു വളർന്ന നാടനാണ്. ഇത് മാറാൻ കഴിയൂല. ഇവിടുന്ന് വരുന്ന വാക്കുകൾ കോട്ട് മേലുണ്ടെന്നുള്ളൂ. കോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിലുണ്ടല്ലോ നാടനെ വരുള്ളൂ. ആ രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ RTC NTC ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, RTC NTC CTC NTC ഒക്കെ ആയിരിക്കുകയാണെങ്കിലും എന്റെ അഹങ്കാരം കയറേണ്ട എനിക്ക് ആവശ്യമില്ല. അത് ഓരോ സമയത്ത് ഞാൻ പറമ്പ് മാറിയിട്ട് പണ്ടിന്റെ അഡ്രസ്സ് ചപ്പങ്ങത്തോട്ടത്തിൽ നിന്ന്, പാലായി ചപ്പങ്ങത്തോട്ടത്തിൽ ഷെഫീഖ് KP എന്നാണ്. KPന്റെ ഫുൾ ഫോം കുളപ്പുറത്ത് പഠിക്കൽ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് ചപ്പന്തോട്ടത്തിലേ അവിടുന്ന് നേരെ മാറിയിട്ട് ചുണ്ടിക്കാട്ട് പറമ്പിലായി. പാലായിൽ തന്നെ പറമ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടുവന്ന ചുണ്ടിക്കാട്ട് പറമ്പിലായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന അഡ്രസ് പുറത്താനത്ത് എന്നാണ് പാലായി. അതേമാതിരി STC നമ്മളെ ഇനീഷ്യലാ. അത് കഴിഞ്ഞ RTC നമ്മളെ ഇനീഷ്യലാ. ഇടക്കിടക്ക് പറമ്പ് ഇങ്ങനെ മാറി കയറുമ്പോ നമുക്ക് കമ്പനി ചാർട്ടിൽ തന്നെ ഒരു ഇനീഷ്യലായിട്ട് കണ്ടാൽ മതി RTC NTC ഒക്കെ. അല്ലാതെ നിങ്ങൾ റാങ്കിൽ അഹങ്കാരം കൊണ്ടുവരികയാണെങ്കിൽ ആ റാങ്ക് ഒന്നല്ല ഇവിടെ കാര്യം. ഇവിടെ കൂടെ ഉള്ളവരോട് കാണിക്കുന്ന കരുണയും സ്നേഹവുമാണ് നാളെ നിങ്ങളെ ടീം നിലനിൽക്കുന്നത്. അല്ലെ ഇവിടുത്തെ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്തോ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട. വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറയുന്നത്. നോളജ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നോളജാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ വെപ്പൺ ക്ഷമയാണ്, കാരുണ്യം കാണിക്കലാണ്, സ്നേഹിക്കലാണ്. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യലേ, കൂടെ ഉള്ളവരെ കൂടെ നിർത്തലാണ്. ഒരു നേരം ഒരു തള്ളി പറയലല്ല ഈ ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ചില ആളുകളുണ്ട് ഈ ബിസിനസ്സിൽ വന്ന് STC RTC NTC ആയിട്ട് ക്ഷേത്രം വേണ്ടതാ ഒരുപാട് ആളുകൾ. അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് കയറും. പിന്നെ തുടക്കം വന്ന വഴിയൊക്കെ മറക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ ദൈവത്തിനോട് കാണിക്കേണ്ട ദൈവത്തിനോട് കാണിക്കണം. അമ്പലത്തിൽ പോകേണ്ട ആളുകൾ അമ്പലത്തിൽ പോയിരിക്കണം. പള്ളിയിൽ പോകേണ്ട സമയത്ത് പള്ളിയിൽ പോകണം. ഇതൊന്നും ഇല്ലാതെ കുറെ മൈലേഫും വരുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു മേഖലയിൽ നടന്നിട്ടും കാര്യമില്ല. നമ്മൾ ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തിനോട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കുറച്ച് വരുമാനം കയറുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂല, പള്ളിയിൽ പോകാൻ പറ്റൂല, വെറും മൈലൈഫ് മീറ്റിംഗ് ആയിട്ട് നടക്കുകയാണെന്നുള്ളതല്ല. അതൊക്കെ ചെയ്യണം. മൈലൈഫിൽ പോകണം, മീറ്റിങ്ങും ട്രെയിനിങ്ങും എല്ലാം അറ്റൻഡ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും വേണം. ഇതേപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ അപ്ലൈനും നന്ദി കൊടുക്കണ്ടേ? കുറച്ചങ്ങോട്ട് കയറിക്കുകയാണെങ്കിൽ അപ്ലൈനെ കണ്ടുപിടിക്കാത്ത ആൾക്കാരുണ്ട്. എന്ത് മേഖലയിൽ ആളാരാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്ന ആളുകളെ വെച്ച് കുറെ ആളുകൾ പറയുന്നതാ, ഞാൻ കൊണ്ടുവന്ന ആളുകളെ വെച്ചിട്ടല്ലേ ആള് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആ ആള് നിങ്ങൾ അപ്ലൈൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സ്പോൺസർ ആയിരിക്കും. ആളിത് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര റാങ്ക് ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കൊരവസരം തന്നിട്ടുണ്ട്, ഞമ്മക്കൊരവസരം തന്നിട്ടുണ്ട് ഭൂമിയിലേക്ക്. ആര്? നമ്മുടെ അമ്മയും ബാപ്പിയും.
കുറച്ചങ്ങോട്ട് നമ്മൾ ഉമ്മനെക്കാട്ടി മാപ്പനെക്കാട്ടി കൊണ്ട് വളർന്നു വെച്ചിരിക്കുകയാണെങ്കിലും അതിനെക്കാട്ടി വിദ്യാഭ്യാസം എത്ര നമ്മൾ കണ്ടില്ലേ. വാപ്പ വെറും കൂലിപ്പണിക്കാരനായിരിക്കും, പാടത്തും പറമ്പത്തും അധ്വാനിച്ച് പണിയെടുത്തിട്ട് മക്കളെ പോയിട്ട് നാളായിരിക്കും, ചിലപ്പോൾ ഒരു മീനിന്റെ പണിയായിരിക്കും, ഒരു മരക്കമ്പനിയിലേക്കും. പക്ഷെ മോൻ ഡോക്ടറോ വക്കീലോ എഞ്ചിനീയറോ IT മേഖലയിലോ ഒക്കെ ആയിട്ടുണ്ടാവും. ആ വാപ്പനെക്കാട്ടും വലിയ വിദ്യാഭ്യാസമുള്ള മക്കളായിട്ട് വളരും. അന്നേരം വാപ്പല്ലാതാവും, ഉമ്മ ഇല്ലാതാവും? ഇല്ലല്ലോ. ഒരു നേരപ്പോക്കിന് വേണ്ടിയിട്ട് ആ വാപ്പനെ കയറിയിട്ട് ഔസപ്പച്ചാന്ന് വിളിക്കാൻ പറ്റും നമുക്ക്? അപ്പനും അപ്പ തന്നെ വിളിക്കണ്ടേ? ഇതൊക്കെ മറന്നിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പനും നിങ്ങളത്ര വിദ്യാഭ്യാസം ഉണ്ടാവില്ല, നിങ്ങളത്ര വിവരം ഉണ്ടാവില്ല, നിങ്ങളത്ര നരം പൊക്കും ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ അപ്ലൈനാണ്, നിങ്ങളെ സ്പോൺസറാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാം. അല്ലാതെ എനിക്ക് കുറെ കാര്യങ്ങളൊന്നും പറയല്ല. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാം, എന്നെക്കാൾ മഹാന്മാരെന്ന് തന്നെ ഞാൻ പറയും. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഉമറുസ്താദിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടും ഉമറുസ്താദിനെ കാണിച്ചു കൊടുത്തിട്ടും ഒരു 10 ബീവി എനിക്ക് കയറിയിട്ടുണ്ടാകാം. ഷെറൂർ സാറെ കാണിച്ചിട്ട് എനിക്ക് ബീവി കയറിയിട്ടുണ്ട്, അഷ്റഫ് ധാരാടി സ്ഥാനം കാണിച്ചിട്ട് എനിക്ക് ബീവി കയറിയിട്ടുണ്ട്. ചിലപ്പോ ആ ആളുകൾ അറിയാതെ പോലും എനിക്ക് ടേൺ ഓവർ കയറുന്നുണ്ട്. എന്നാ മറ്റുള്ള ആളുകൾ പറയും, ഓ നമ്മളെ ടീമല്ല കേട്ടോ, ഓനോട് കമ്പനി കൂടണ്ട, ഓനോട് സംസാരിക്കണ്ട, ഓനോട് വിളിക്കണ്ട. എന്തിനിതൊക്കെ? ഒരു ആവശ്യമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. നഷ്ടപ്പെടാനുള്ളതാണെങ്കിൽ 2 ചുണ്ടിന്റെ ഇടയിലാണെങ്കിൽ നഷ്ടപ്പെടും, കിട്ടാനുള്ളതാണ് 2 മലനിടുകളിലാണ് നിങ്ങളിലേക്ക് വന്നു ചേരും. അത് പഠിച്ചോനാ, അത് മനസ്സിലാക്കിയോൻ. അത് മനസ്സിലാക്കിയാൽ പിന്നെ ആരോട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ബിസിനസ്സിൽ നല്ല ലൈഫ് തന്നെ പ്രശ്നം ഉണ്ടാവും. നമുക്കൊക്കെ മറ്റേ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എമ്മേത്തായി പറഞ്ഞ മാതിരിയാണ്, മത്തായി പറഞ്ഞത് അങ്ങനെ പറയാം, എമ്മേത്തായി പറഞ്ഞ മാതിരിയാണ്. എനിക്കൊക്കെ അത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ തന്നെ എത്തിപ്പെട്ടത് അള്ളാന്റെ വലിയ അനുഗ്രഹം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തിന് നേരം പോക്കുന്നത്? GTs വരിക. ഞാൻ എന്റെ ടീമിനോട് പറയുന്ന കാര്യങ്ങളുണ്ട്. 6 മാസം നമ്മൾ പറയുന്ന കണ്ടിന്യൂസ് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കി, കൂടെ നിൽക്കി. ഇപ്പൊ കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ഒരു 1-2 മാസം മുന്നേ ഒരു RTP നടന്ന സമയത്ത് ഞാനും റഷീദ് സാറ്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ ഷാഹിർ സാറ് പൂനൂര്, നമ്മളെല്ലാവരും പാടെ എനിക്ക് റജീന മേഡം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഷാഹിർ സാറും റഷീദ് സാറും എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, സാറേ നമ്മൾ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി റഷീദ് സാർ അത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവിടെ RTP വയനാട്ടിനെ കുറിച്ച് എന്ന് പറഞ്ഞത്. ആ കേട്ട സംഗതി അതേപോലെയാണ് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ നന്ദിയുണ്ട് ഒരുപാട്. ഞാൻ അന്നേരം എന്ത് ചെയ്തില്ല, നിന്റെ അത്ര റാങ്ക് ഇല്ലാത്ത റഷീദ് സാർ എന്നോടൊന്ന് പറയും, എന്നെക്കാട്ടി ശേഷം വന്ന ആൾ പറയാം. അങ്ങനെ എല്ലാം വിചാരിച്ചേ, എന്നെക്കാൾ അറിവുള്ള ഈ ലീഡറെ കാര്യങ്ങൾ കേൾക്കണം, എന്നാലേ എനിക്ക് അതേപോലെ ആവാൻ പറ്റൂന്നാ ചിന്തിച്ച്. അപ്പൊ അത് വെച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് ഞാൻ എന്റെ ടീമിൽ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം. നാളെ അതിനേക്കാൾ വലുതും എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ് ഇവിടുന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഞാൻ അതും ഏറ്റെടുക്കും. അപ്പൊ ഇതേപോലെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നാളെ നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തടയാൻ എന്തിനു പറ്റും? ഈ ബിസിനസ്സിന് സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇല്ലേ, ഈ പ്രവൃത്തി കഴിവ് പഠിച്ചോ തരും. നിങ്ങൾ എത്രയോ മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടല്ലേ, കഴിവ് പഠിച്ചോ തരും, കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തേ പറ്റും. കഴിവ് പഠിച്ചോ തന്നിങ്ങനെ കഠിനാധ്വാനം നമ്മൾ ചെയ്ത് ഈ കഴിവും കഠിനാധ്വാനം പാടെ കണ്ട് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് സക്സസ്. അവിടെയാണ് വിജയം. ഇത് രണ്ടും പാടെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് ഒരാളോടും പരാതിയില്ല, പരിപാടിയില്ല, പ്രശ്നമില്ല, പ്രയാസമില്ല. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നെ ചാവി കൊടുത്ത് വിട്ട മാതിരിയാണ്. രാവിലെ വീട്ടിൽ ചാവി കൊടുത്തിറങ്ങി എന്നൊക്കെയാണെങ്കിൽ അത് തിരിച്ചു കയറുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് തീരുള്ളൂ. പിന്നെ ഇവിടെ വന്ന് കുളിച്ച് മാറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചാവി ഫുള്ള് തിരിച്ചു പോകും രാവിലത്തേക്കുള്ളത്. രാവിലെ തന്നെ മോർണിംഗ് മീറ്റിൽ അങ്ങോട്ട് തുടങ്ങുന്നത് കയറ്റായി, എന്നിട്ട് വീണ്ടും എണീച്ചവിടെ ഓടാൻ തുടങ്ങും. ഈ ലെവലിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവന്നപ്പോ എന്റെ മക്കൾക്ക് ഇപ്പൊ പരാതിയില്ല. ഇന്നലെ രാത്രി വർക്ക് കഴിഞ്ഞ് ഞാൻ വേഗം എത്തിക്കും. പക്ഷെ ഞാൻ രാത്രി 1:45 തിരിച്ചു വന്ന് 10 മണി 10 ആകുമ്പോഴത്തേക്ക് എത്തിയപ്പോ മക്കള് പറഞ്ഞു, അപ്പൊ വണ്ടിയൊക്കെ എടുത്താൽ നമുക്ക് ബീച്ച് പോയാലോ? ഓ, രാത്രി എടുത്ത് ബീച്ചിലേക്ക് അങ്ങോട്ട് പോയി 1:45 തിരിച്ചു വന്ന്. സന്തോഷമാണ് എനിക്ക് ആ കാര്യത്തിൽ. കാരണം എന്താ പറയുക, ഇന്നലകളിൽ വരെ ഞാൻ ഒരുപാട് കാർ ഉപയോഗിച്ച ആൾ. ആദ്യമായിട്ട് ഒരു കാർ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷം ഇപ്പം എന്തിനാ കാരണം വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ എന്റെ എല്ലാ കിതാബും കെട്ടി മടക്കി പൂട്ടി വെച്ച ഒരാളെയാണ് ഞാൻ. ഈ ബിസിനസ്സിലേക്കൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് 2 ഇന്നോവ കാറും ഡിറ്റ്സും അങ്ങനെ ഡസ്റ്ററും. ഈ മൈലബിലേക്ക് ഞാൻ കയറി വരുമ്പോൾ തന്നെ എന്റെ കയ്യിൽ ഒരു ഡസ്റ്റർ കാറായിരുന്നു. ഇങ്ങനെ ഒരു 5-6 കാറ് ഞാൻ ഉപയോഗിച്ച ഒരാളാണ്. ഞാൻ 800 മുതൽ തുടങ്ങിയതാ. 800 ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ടവേര വാങ്ങിയിട്ടുണ്ട്, ടാറ്റാ സുമോ 2 വാങ്ങിയിട്ടുണ്ട്, ഇന്നോവ ഉണ്ട്, ഇനി റിക്സ് ഉണ്ട്. ഇതെല്ലാം വാങ്ങി വിറ്റ് ഇനി ഒരു വണ്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂല എന്നുള്ള ഒരു സമയത്താണ് ഇന്ന് അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് എന്റെ എന്താ പറയാ കരുണാനിധിയായ ദൈവം എനിക്ക് വേണ്ടി മാറ്റി വെച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതൊക്കെ എന്റെ മാക്സിമം ആയിരുന്നു.
അവിടുന്ന് പടച്ചോൻ എനിക്ക് അതിനെക്കാട്ടി വലുത്. അന്നൊക്കെ ഞാൻ ഇനി കഴിഞ്ഞോ ചിന്തിക്കുന്നോട് എന്റെ എന്താ പറയാ, നമ്മളെല്ലാരും പടച്ചു വിട്ട ആള് തീരുമാനിച്ചുറപ്പിച്ചത് ഇതൊന്നും കൊടുത്താൽ പോലും ഇതൊക്കെ മേലെ കൊടുക്കണം എന്നുള്ള ചിന്തന കൊണ്ട് മാറ്റി വെച്ചായിരുന്നു. അങ്ങനെ മാറ്റി വെച്ചതിനെ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് ഈ ഒരു കാറിലേക്ക് എന്റെ പടച്ചോനെ എനിക്ക് തന്നത്. ഞാൻ എവിടെയും പറയും. കാരണം ഈ ഒരു സാധനം എന്റെ മക്കൾ ഒരുപാട് സമയങ്ങളായിട്ട് ഈ ബിസിനസ് കടന്നു വന്ന് കുറച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും കാർ വാങ്ങണം, അങ്ങനെ കുടുംബത്തുനിന്ന് വാങ്ങണം, അവിടുന്ന് വാങ്ങണം, ഇവിടുന്ന് വാങ്ങണം, രാത്രി ഒന്നും പോകാൻ പറ്റൂല എന്നൊന്നും ഒരാളോട് ചോദിക്കാതെ പറയാതെ പോകാൻ വേണ്ടി പറ്റിയ ഒരു വണ്ടി ഉണ്ട്. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ എന്റെ അപാരമായ അച്ചീവ്മെന്റ് ഞാൻ അങ്ങനെ ആക്കി കാർ എടുത്തതിനെ കൊണ്ട് ചെത്തി കൊണ്ട് മാറി എന്നുള്ളതില്ല. എന്റെ സ്നേഹിതം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ എന്റെ കാറൊന്നും വേണ്ടിയില്ലല്ലോ ഇവിടെ പോകാൻ, ഞാൻ പറഞ്ഞു കൊണ്ടേക്കോ, എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനത് മൂത്തി വെച്ചിട്ട് ആക്കാനുള്ളതൊന്നല്ല. ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഞാൻ പണ്ടേ അങ്ങനെയാ. നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് മടിയാ, ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അതേ പറയാൻ പറ്റും. എനിക്ക് ബാക്കിയുള്ള ലീഡേഴ്സ് എങ്ങനെയായി എന്നുള്ളത് എനിക്ക് നോക്കി നിൽക്കാനുള്ള നേരല്ല. ഞാനത് പഠിച്ചതായിരുന്നു പറയാനില്ല. ഞാൻ മാക്സിമം പ്രോഗ്രാമുകൾ ഉപയോഗിക്കും, മീറ്റിങ്ങുകൾ ഉപയോഗിക്കും, ട്രെയിനിങ്ങുകൾ ഉപയോഗിക്കും. സകല ആളുകളെ ഓരോ മീറ്റിങ്ങിലോ ട്രെയിനിങ്ങിലേക്ക് കയറ്റും. ഓരോ പ്രോഗ്രാമിലേക്ക് മാക്സിമം ആളുകളെ പങ്കെടുപ്പിച്ച് എന്നെക്കാൾ കഴിവ് വിദ്യാഭ്യാസ അറിവുള്ള ആളുകൾ അതുവഴി ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഷെഫീഖ് എന്നീ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഒരു കഴിവില്ല. നിങ്ങൾ അത്രയൊന്നും കഴിവില്ലാത്തതാണ്. 10ാം ക്ലാസ് തോറ്റ് ടീച്ചറോട് മാഷോട് അടി വാങ്ങി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ടീച്ചർ അടിച്ചിക്കുകയാണെങ്കിൽ പോണ പോക്കിൽ പാടത്തിറങ്ങിയിട്ട് ചെമ്മീനും പിടിച്ച് ടീച്ചറുടെ ബാഗിന്റെ ഉള്ളിലും കുടന്റെ ഉള്ളിലും ഇട്ട ഷെഫീഖാണ്. അങ്ങനെ അടി വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. അത്രയും നല്ലൊരു മോനെ കഴിയുന്നത് നിങ്ങളെ 2ാമത്തെ മോനെ റൂട്ടുമലേക്ക് വിടണ്ട എന്നുള്ളത് നാട്ടിൽ ഹുസൈമാശ് എന്ന് പറഞ്ഞ ആള് എന്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓന് അത്രയും നല്ല മോനാണ്, അതിനെ കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞ മോനെ വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെയൊക്കെ എന്റെ വീട്ടിന്റെ മുന്നിൽ ചിലപ്പോൾ പെൺകുട്ടികളെ മദ്രസ പഠിക്കുന്ന പെൺകുട്ടികളെ നേരം ഉണ്ടാവും. രാവിലെ 6 മണിക്ക് ഈ സമയത്തൊക്കെ ഉണ്ടാവും. കോണിപ്പല്ലിന്റെ അന്ന് കേൾക്കും. എന്നിട്ട് വായിൽ മുട്ടും. എന്താ വെച്ചാല് അഖിലാക്ക് പുസ്തകം എടുത്തുണ്ടെങ്കിൽ നിങ്ങളെ മോനെ അങ്ങോട്ട് തരാൻ പറയും. ഓരോ എല്ലാം കളിക്കേണ്ട എന്റെ വാപ്പനാളെ മദ്രസയിലേക്ക് വിളിച്ചോണ്ട് വരും. അങ്ങനെ ആ ദേശത്തിന് പോയിട്ട് സ്ക്രീൻ തള്ളിയിട്ട് വേറൊരു പെണ്ണിന്റെ കൈ പൊട്ടിപ്പോയി. ഇതൊക്കെ ഇനി ശരിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അത്രയും നല്ല വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നിട്ടാണ് ഇന്ന് വടക്കേ ആർട്ടിസി ആയത്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീനെ ഒരിക്കലും അണയാതിരിക്കുക, അതിലിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. ബേണിംഗ് ഫയർ എന്ന് പറയാം, ആളിക്കത്തണം കിടന്നിട്ട്. ഇനി ആരെങ്കിലും ഒരു സമയത്ത് നെഗറ്റീവ് ആകാൻ ശ്രമിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ തീയാണ് ആളിക്കത്തുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഊതിക്കെടുത്താൻ നോക്കുന്നവർ ആ ഊതുന്ന ഊത്തിലൊക്കെ ഇത് വലിയ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, വലിയ തീയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു പക്ഷേ ഡ്രീം വെച്ച ഒരു സാധനം ഞാൻ അതിനേക്കാൾ വേഗത്തിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു വാശി എനിക്ക് കയറലാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളെ ലീഡർ പറഞ്ഞ മീറ്റിങ്ങും പ്രോഗ്രാമും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുക, നിങ്ങളെ മാക്സിമം പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക, നിങ്ങളായിട്ട് തുടരുക. ഞാൻ അതേ പറയുന്നുള്ളൂ, നിങ്ങളായിട്ട് തുടരുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ 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 ഒരുപാട് നിധികൾ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോരോ ചിപ്പിന്റെ അകത്താണുള്ളത്. അത് ഓരോ സമയം നിങ്ങൾ മുന്നിലേക്ക് വരും. അത് തുറക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഇരിക്കണം. അപ്പൊ അതിനു വേണ്ടി തയ്യാറാവും. എത്രയോ ആളുകൾ ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ ഇതിൽ റെജീന മേഡം സാധാരണ ഒരു വീട്ടമ്മല്ലേ, ഇന്ന് ഉപയോഗിക്കുന്നത് ഓൾമോസ്റ്റ് 14-15 ലക്ഷം രൂപന്റെ ഉള്ളിൽ വില വരുന്ന കിയ സോണറ്റ് കാർ. ഷാഹിർ സാറ് ഞാൻ പ്രോഗ്രാമിന് ഇവിടുന്ന് കണ്ടപ്പോ ഷാഹിർ സാറേയും എന്റെ വണ്ടി തൊട്ടടുത്തടുത്ത് നിർത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഷാഹിർ സാറെ നമ്മളൊക്കെ ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. 5-6 കൊല്ലം മുന്നേ നിങ്ങൾ മീൻ വിറ്റെന്നും പറഞ്ഞ് കൂയിന്ന് പറഞ്ഞ് നടക്കേണ്ടതാണ്. ഇന്ന് പുറമേന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാറാ. പുറമേന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് പിടിച്ചു നിന്നതിനെ കൊണ്ടല്ലേ. ഇങ്ങനെ എത്ര ആളുകൾ, ഉമർ ഉസ്താദ്, അയ്യൂബ് സാറ്, ധാരാണി സാറ്, ചേറൂർ സാറ്, എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല. അത്രയും ഒരു ലീഡേഴ്സിന്റെ നിര. പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു 4 കൊല്ലോ 5 കൊല്ലോ കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾ ലോറിയിലും ബസ്സിലും കാറിലാണ് മീറ്റിങ്ങിന് വന്നേച്ച് കയറി 4-5 കൊല്ലം കഴിഞ്ഞാൽ നളന്തയിലേക്ക് അങ്ങ് കയറാൻ കഴിയില്ല. അതായത് 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം തന്നെ കുറച്ച് നേരം വയ്യാല് പുറത്ത് എവിടെയോ പോയി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വരാറുള്ളത് വണ്ടി അല്ലേ. ഈ ലെവലിലേക്ക് മാറി. കാരണം എന്താ, നമ്മൾ വിചാരിച്ച ആളുകൾ ഒന്നായിട്ട് കൊണ്ട് കൂടി. ആളുകൾ കൂടിയത് മാത്രമല്ല, അവിടേക്ക് വരുന്ന ഓരോ ഇന്നലകൾ ഒരു ബൈക്കിന്റെ മുകളിലും ഓട്ടോറിക്ഷയിലും ബസ്സിലും വന്നവൻ ഇന്ന് കാറിൽ വരാൻ തുടങ്ങിയതാ. നിങ്ങൾ അറിയാതെ നിങ്ങളെ വളർച്ച വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട അമീദ് ഉസ്താദും അതുപോലെ തന്നെ ഉമർ ഉസ്താദും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ വെറും ഒരു അപ്ലൈൻ ആയിട്ട് കാണാന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മാത്രമല്ല ഉമർ ഉസ്താദ് അപ്ലൈന്, അപ്പൊ ഒക്കെ അപ്ലൈൻ തന്നെയാണ്. അങ്ങനെ ഓരോ ആളുകളും ഇതിലുള്ള ഓരോ ഇരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സിനും എന്നെ കേട്ടിരുന്ന എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനത് തിരുത്തൂല. ഞാൻ ഇങ്ങനെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഒക്കെ ഉണ്ടാവും. കാരണം
എനിക്ക് ഇങ്ങനെ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇനി ഒരു മോഡിഫിക്കേഷൻ പറ്റൂല. ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് ഇപ്പൊ എന്റെ കാർ എടുത്തിട്ട് ഇനിയിപ്പോ ഈ വെള്ളിയാഴ്ച പോയിട്ട് ഏകദേശം ഒരു 10,000 പേര് പോലെ വേറെയും കയറ്റാൻ പോവുക. ഓർഡർ ചെയ്യാനൊക്കെ കുറച്ച് കാര്യങ്ങൾ അത് വണ്ടിയിലുള്ള കയറ്റാം. ഇന്ത്യയിലുള്ള ആകെ കയറ്റാൻ പറ്റുന്നതാ ഈ സൂട്ടും ഒരു ജീൻസും, ഏറിയാണെങ്കിൽ ഒരു ഷൂവും. അതല്ലാതെ സ്വഭാവത്തിലേക്ക് ഒന്നും കയറ്റാനില്ല. അജിനാമോട്ടോ ഇടാനില്ല, ഒന്നും ഇടാനില്ല. ഇതാണ് നിലവിലുള്ള എന്റെ വോയിസ്. ഞാനിതാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കുറ്റോ വന്ന് നിങ്ങൾ ക്ഷമിക്കുക. ഏതായാലും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാ ആളുകൾക്കും നന്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.